ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. പിന്നെ നമ്മളൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അപ്പം ഈവനിങ് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം അല്ലേ? ഈവനിങ് സ്നാക്ക് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കഴിക്കട്ടെ, നിങ്ങളോട് കാണിക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കമോൺ ഗൈസ്. അപ്പോ നമ്മളുടെ ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ചാ സോയ ചങ്ക്സ് വടയാണ് ഗൈസ്. വടയാണ് ഗൈസ്. അപ്പൊ ഞാൻ സോയാബീൻ ഇവിടെ സോയാബീൻ ഇവിടെ ഞാൻ കുതിർത്തി ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. കുതിർത്തിയല്ല ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ ഞാൻ അത് ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പൊ നമ്മുടെ സോയ ചങ്ക്സ് ഞാൻ ഇവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കാണ്. ഒരു വിസിൽ മാത്രം മതി. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് നമ്മുടെ മസാല കൂട്ട്. ഇത്രയും മതി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്. അപ്പോ നമ്മുടെ സോയാബീൻ താണ്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലി അടിച്ച് ഞാൻ എടുത്ത് ഇതെല്ലാം വെള്ളം ഊറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഞാൻ താണ്ടെ നമ്മുടെ ഈ സൈഡിലോട്ടൊന്ന് വെള്ളം ഊറ്റാൻ പോകണം. വെള്ളം ഊറ്റി നമ്മുടെ സോയാബീൻ നമുക്ക് എടുത്തിട്ട് കാണാം. ഗൈസ് താണ്ടെ നമ്മുടെ സോയാബീൻ അധികം വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അതെനിക്ക് കുറച്ചധികം വെന്ത് കിട്ടും. കുഴപ്പമില്ല, എന്തായാലും ഇത് അരയാനുള്ളതാണ്. അതാണ്ട് ഇത്രയും സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇത് ചൂട് ഇവിടെ പോകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ബാക്കി മിക്സ് ചെയ്യുന്ന ഐറ്റംസ് കാണിച്ചിടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഐറ്റംസ് മിക്സ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഏതാണ്ട് ഒരു ഹാഫ് സവാള. ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ സവാളയൊക്കെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു. കൊള്ളാവോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോയ ചങ്ക്സ് വട. ഇവിടെ നമ്മൾ സോയ വെച്ചിട്ടാണ് വട ഉണ്ടാക്കുന്നത്. അപ്പം വടയാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ല ചൂടുണ്ട് നമ്മുടെ സാധനത്തിന്. കുറച്ചെടുത്ത് അരയ്ക്കാം, കുറച്ചേ അരച്ചെടുക്കാം. ഒറ്റ ട്രിപ്പ് അരച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ചേ ഇതിനകത്തിട്ട് അരയ്ക്കാം. ഇതൊന്ന് കാണിച്ചേ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരു ട്രിപ്പ് കുറച്ച് അരച്ചു. വടയോ വട. അപ്പൊ നമുക്ക് ആദ്യം ഇത്ര അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അക്കൗണ്ടി 90K കഴിഞ്ഞു ഗൈസ്. താങ്ക്സ് ടു ഓൾ. Thanks to everyone and my subscribers channel. ഓക്കെ, അപ്പൊ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കാൻ പോണേ ഗൈസ്. അപ്പൊ താണ്ട് ഇതുപോലൊരു പേസ്റ്റ് മതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര അരയ്ക്കാൻ ഇച്ചിരി അത് ഇഞ്ചിയുടെയാണ്. ഇവിടെ ദാണ്ടെ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട്. ഓക്കെ, ദാണ്ടെ മൈദ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിനി വേണമെങ്കിൽ കുറച്ച് സ്വയം കൂടെ അരച്ചെടുത്ത് ചേർക്കാം. കുഴപ്പമില്ല. ഇത് സ്വയ അരച്ചിന് ചേർക്കുന്നത് എന്തുവാകും ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല. നമ്മൾ കുറെ നാളായി ചെയ്തിട്ടില്ലേ? കുക്കിംഗ് ബ്ലോഗ് ഇട്ടിട്ട് നമ്മൾ കുറെ നാളായി ഗൈസ്. ഇതുവരെ ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല ഗൈസ്.
ഫുൾ നമ്മൾ കൂടുതൽ ഇവിടെ റീൽസ് ആയിട്ടല്ലേ. റീൽസിന്റെ ഒക്കെ കുറെ ആയിരുന്നു. 17 എന്തായാലും ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്ന് പറയണം. അപ്പൊ നമ്മൾ 17 എടുക്കുന്നില്ല ഇവനും. അപ്പൊ നമുക്ക് മൈദയ്ക്കകത്ത് കിട്ടുന്ന കുറച്ച് സാധനം കൂടെ ഉണ്ടായിരുന്നു. 2 കറിവേപ്പിലയും. ഓക്കെ, പിന്നെ ഇതിന്റെ കമ്പൊക്കെ അടിച്ചിനകത്ത് തന്നെ ഇട്ടേക്കാം. നല്ല മണമുണ്ട്. ഇനി മൈദ ഇതുമായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ. നല്ല മണമുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്വയം കൂടെ ആഡ് ചെയ്യാം. ഇത് കുറച്ച് സ്വയം കൂടെ അരക്കേണ്ട വരും തോന്നുന്നു. കഴിക്കുമ്പോൾ ഒരു ബീഫിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇനി ബീഫാണോ വേറെ. ഞാൻ വീഡിയോയില് കണ്ടതാണ്. ബീഫായ മതിയായിരുന്നു. നമുക്കപ്പോ കുറച്ച് സ്വയം കൂടെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇതായില്ല, കറക്റ്റൊരു ഫോർമുല ആയില്ല. പക്ഷെ നല്ല മണമുണ്ട് ഇഞ്ചിയുടെ. ഇതൊക്കെ നല്ല മണമുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ റൊണാൾഡോ ഒക്കെ പോയി. റൊണാൾഡോയുടെ ജേഴ്സി ഇട്ടേക്കുന്നത് അതെന്റെ ജേഴ്സിയാണ്. ഇന്ന് ചോട്ട് കട കൊടുത്തിരിക്കുന്നത്. കടമാണ് കേസ്. ഇനിയിപ്പോ ഏത് ജേഴ്സി എന്നൊന്നുമില്ല, എന്തായാലും ഇടുകയാണ് കേസ്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ സോയ എടുത്ത് വെള്ളത്തിന് വരെ നമ്മൾ സോയ ഇട്ട് മിക്സ് ചെയ്ത് ചെയ്യാം. ചോക്കോടെ കിടന്ന് കരയുന്നു. അപ്പൊ ഇനി കുറച്ച് ഉപ്പിടാണ്. ഉപ്പിടാൻ അവസാനമാണ് ഞാൻ ഓർത്തെ മറന്നുപോയി. ഉപ്പിടാനൊക്കെ മറന്നു കേസ്. ആദ്യമേ നമ്മൾ ഉപ്പിടണം, എന്നിട്ട് ഉപ്പുണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പൊ ഇതുപോലായി ഗൈസ്. നല്ല ഉരുട്ടുമ്പോ വട പോലെ വന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്ത് ചെയ്താൽ മതി. സിമ്പിൾ. നമ്മൾ കുറച്ചുകൂടെ ഞാൻ ടേസ്റ്റ് ആയിട്ട് ഉപ്പുണ്ടോ ഉണ്ടെന്ന് തോന്നി. എനിക്ക് ഉപ്പ് അറിയത്തില്ല. ഇച്ചിരി ഉപ്പുണ്ടോ നോക്കി. ഉണ്ടോ? ഉപ്പുണ്ടെന്ന് തോന്നില്ലേ? എനിക്ക് നല്ല ഇഞ്ചിയുടെ അരി. കുറച്ച് എരി ആയിട്ടില്ല, കുറച്ച് എരിയും കൂടെ. കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ മതി. എരി ആയിട്ടില്ല, ഇഞ്ചിയുടെ ഉണ്ടല്ലോ. പക്ഷേ എരി ഇഞ്ചി ടേസ്റ്റ് വേറെ ഇല്ലേ. കുറച്ച് കളർഫുൾ ആവട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇയാളെ പരത്തണ്ട, ജസ്റ്റ് കൈ വെച്ച് വട പോലെ റോൾ ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ. എനിക്ക് ഇതിനകത്ത് എന്തോ തിന്ന് എനിക്ക് ആ കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൈ ഒന്ന് കഴിക്കട്ടെ. നമുക്ക് പരുത്തി എണ്ണയിട്ട് പൊരിച്ച് കഴിക്കാം. ഇനിയിപ്പോഴല്ലേ കുറച്ച് മിസ്റ്റേക്കും കൂടെ എനിക്ക് പറ്റി. ഫുള്ള് മിസ്റ്റേക്ക് ആണ് ഗൈസ്. മുളകുപൊടി മസാലകൾ ഇടാൻ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ കുക്കിംഗ് വലിയ എക്സ്പേർട്ട് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് അവസാനം ഇട്ടിട്ട് ടേസ്റ്റ് എങ്ങനെയാന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞായിരിക്കും. പിന്നെ ഇടുന്നത് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇച്ചിരി കായം കൂടി ഇട്ട് ഇളക്കി ഒന്ന് പിടിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ താണ്ടേ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ആണ് ഇടുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇന്നെല്ലാം തല തിരിച്ചൊക്കെ ചെയ്ത് എല്ലാം ഞാൻ മറന്നേ പോവാണ്. ആരും എന്നെ കമന്റ് ബോക്സിൽ വന്ന് കൊല്ലരുത്. ഐ എം സോറി. ഇതെല്ലാം കൂടി മിക്സ് എല്ലാം കൂടി ഇട്ട് ഇളക്കുന്ന സമയത്ത് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഇളക്കണം ഗൈസ്. സോറി, ഞാൻ മറന്നുപോയി. പ്രോ ഷെഫ് ഇടയ്ക്കിടയ്ക്ക് നൂബ് ഷെഫായി മാറുന്നുണ്ട് ഗൈസ്. കുറച്ച് മൈദയും കൂടെ ഇടാം. ഇത് കൂടിപ്പോയി. അപ്പൊ ഗൈസ് എല്ലാം തരികയും കുറഞ്ഞും വരുവാണ്. ഇത് എന്തായാലും അവസാനേ പറയാൻ പറ്റത്തുള്ളൂ. ഇതെന്തായാലും സെറ്റ് ആവും ഇല്ലയും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം ഗൈസ്? അപ്പോ ഫൈനൽ റിസൾട്ട് താണ്ടേ
ഇങ്ങനെയാണ് ഗൈസ്. എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയി ഗൈസ്. കുഴച്ച് ഇങ്ങനെയൊക്കെ കിട്ടി നമുക്ക്. അപ്പോൾ ഈ പൊടികളും ഉപ്പും എല്ലാം നമ്മൾ മൈദക്കകത്ത് ഈ സോയയുടെ മിക്സ് ഇടുന്ന സമയത്ത് തന്നെ ഇടണം, മറന്നു പോകരുത്. ഞാൻ മറന്നുപോയി, അവസാനമാണ് ഇടുന്നത്. അതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെ വരുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും തണിച്ചിട്ട് നല്ല രീതിക്ക് വെള്ളമയമൊക്കെ ഉണ്ട്. ഇനി നമ്മളിത് ഉരുട്ടിയെടുത്ത് എണ്ണയിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. ഉപ്പുണ്ടോയെന്ന് ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. കറക്റ്റ് ഉപ്പ് ടേസ്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ കുഞ്ഞ് ചട്ടി എടുത്തേക്കുന്നേ, ഇതിലിട്ട് വട പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ എണ്ണ എടുത്തുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വെള്ളമാണത്? ഏതാ? അല്ല, വെളിച്ചെണ്ണ. എണ്ണ കുറച്ച് സൺഫ്ലവർ ഇടുന്ന ഒഴിച്ചതാ. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടാവട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് ഇത് തടുക്കാം. തീ കുറച്ചിട്, തീ കുറച്ചിട്ട് മൊത്തം എണ്ണ കത്തിപ്പോ. ഷെഫിന് ഇന്ന് എന്തൊക്കെയാ പറ്റി? നമുക്കപ്പം നമ്മുടെ സോയ കരുത്താൻ കഴിയും. ചെറിയ ബോൾ എടുത്താൽ മതി. എല്ലാ സൗണ്ട് ഇത്ര മതിയോ? ചെറിയതാക്കി പോലെ വലിയതാക്കണം. എന്നാ കുറച്ചുകൂടെ ആയിരിക്കും. സാധാരണ നോർമൽ പരിപ്പോട, പരിപ്പോട എല്ലാം വട. എന്തായാലും പരിപ്പില്ലെന്നുണ്ട്, പരിപ്പിന് നേരം വട. ഇത്ര ഉണ്ടോ? ഇത്രയും വലിയ വട കാണുമോ? എനിക്കറിയത്തില്ല. ഭയങ്കര കട്ട് ചെയ്യാൻ തോന്നില്ലേ? ഗൈസ്, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് വട ഞാൻ ഇടാൻ പോവാണ്. ഷോർട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അത്രയും വലുതാക്കിയത്. പക്ഷെ അത്രയും വലുതാക്കണ്ട. ഒരെണ്ണ വെച്ച് തൊടാൻ പറ്റില്ല. വലിയ കട്ടിയായിരുന്നു ഒറ്റടി മൊത്തം ചുട്ടുവിടായിരുന്നു. പക്ഷെ അത്രയും ഇത് എണ്ണ വേസ്റ്റ് ആവും. ഞാൻ എടുത്തേ ഇത്ര ആക്കിയാ മതി. ഇതാ നല്ലത്. ചെറിയ ഇതായിട്ട് കുട്ടി കുട്ടി വട. ആദ്യമത്തെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാം പരത്തി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെയാവും നോക്കാം. ഇവിടെ നല്ല കട്ടിയുണ്ട്. കട്ടിയുണ്ട് ഗൈസ്, കട്ടിയുണ്ട്. ഇത് വടയോ? ഇത് വട, സോയ ചങ്ക്സ് വട. സോയ ചങ്ക്സ് വട. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? എനിക്ക് ചെറുതായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് തോന്നിയത്. ഇതെല്ലാം വറുത്ത് കൂടിയിട്ട് കാണാം. ഗൈസ്, ഇപ്പോൾ കണ്ടേ ഇതുപോലെ ഒന്ന് കളർ മാറി വരണം നമ്മുടെ വടക്ക്. കണ്ടേ ഷേപ്പ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, സംഭവം സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കോരി എടുക്കാം. ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോ എണ്ണയിൽ എടുക്കണേ. ഏതോ ഒരു തട്ടിക്കൂട്ട് വട, ഏതോ ഒരു വടയുടെ ഷേപ്പ്. ഈ കറക്റ്റ് ഷേപ്പ് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം വടയുടെ ഒരു വട ഇപ്പം ആ വടയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, വട എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം. പക്ഷെ നമ്മൾ ലാസ്റ്റേ പറയത്തില്ല. ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. ഇല്ല, എന്നാ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. ഇപ്പം റെഡി ആക്കിയിട്ട് കാണാം, ഇല്ലയോ? ബാക്കി ഇതൊരു ചടങ്ങാണ് ഗൈസ്, സമയം എടുക്കും. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ വട. വട അപ്പം അതുവരെ ഫുള്ള് പൊരിച്ചിട്ട് കാണിക്കാം. ഓക്കെ. ഇപ്പൊ ഗൈസ് ഒരാളിവിടെ കിടന്ന് ഉണ്ടാക്കുവാണ് ഗൈസ്. 3 എണ്ണമായി. വട കട്ട്ലേറ്റ് വട ചായ ഇപ്പഴാണ് തീരുന്നത്. കുറച്ച് സമയം പൊരിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇനി ഫുൾ ഉണ്ടാക്കിട്ട് കാണാല്ലേ? ഓക്കെ ആണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സോയ ചങ്ക്സ് ആണ് ഗൈസ്. ഇത് കണ്ടിട്ട് ഇപ്പോൾ കട്ട്ലേറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്.
നമുക്കിപ്പോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇച്ചിരി മുരിഞ്ഞതാണ് ഗൈസ്. കുഴപ്പമില്ല എന്നാലും. പക്ഷെ നമ്മളൊരു മിസ്റ്റേക്ക് പറ്റി. അത് ആദ്യമേ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യണം ഗൈസ്, അതേ ഉള്ളൂ. അതിന്റെ ഒരു പാട്ടുണ്ട്. കൊള്ളാല്ലേ? അപ്പം സൂപ്പർ. എന്താ അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് ചായ കുടിച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. അപ്പം ഈസി സ്നാക്സ് ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. അതെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ഇനി ഏത് വീഡിയോ എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറ, അപ്പൊ നമ്മള് ചെയ്യാം. ഓക്കെ, ഓക്കെ, ബൈ.